ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് ക്രീം സലാഡാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ഡിഫറെൻറ്റ് ഫ്രൂട്ട്സാണ് എടുത്തിട്ടുള്ളത്. അതിന് കൃത്യമായിട്ട് അളവൊന്നുമില്ല. ഞാൻ കുറച്ച് പപ്പായയും ഗ്രേപ്സും ബനാനയും കുറച്ച് ആപ്പിളും പിന്നെ കുറച്ച് വാട്ടർമെലണും എടുത്തിട്ടുണ്ട്. ഞാനിതെല്ലാം ഇപ്പോൾ ഒരു അരക്കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്കിതിനൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീം വേണം. വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീമും ഉപയോഗിക്കാം. പിന്നെ ഇത് സെറ്റ് ചെയ്യാനുള്ള ഒരു ബൗളും. അപ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ക്രീം തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാണോ അതൊക്കെ ഉപയോഗിക്കാം. ഡ്രൈ ഫ്രൂട്ട്സും ആഡ് ചെയ്യാം. പിന്നെ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നമ്മുടെ സലാഡ് ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് വിപ്പ് ചെയ്യാതാണ് ചേർക്കുന്നത്. അതുകൊണ്ട് സലാഡ് കുറച്ച് അത്രയ്ക്ക് അങ്ങ് തിക്കായിരിക്കില്ല. അപ്പോൾ വിപ്പ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ തിക്കായിരിക്കും. ഇനി ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ എക്സ്ട്രാ മധുരമായിട്ട് പഞ്ചസാര പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കേണ്ടി വരും. വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് തന്നെ ഇതിൽ ഓൾറെഡി മധുരം ഉണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്രീം ഫ്രൂട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മറ്റൊരു ഡിഷുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.